വേദിയിലും സദസ്സിലും സന്നിധരായിട്ടുള്ള വിശിഷ്ടതികളും എൻ്റെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. ലോക കേരള സഭയുടെ ഈ ഒരു പരിപാടിയുടെ ഭാഗമാകാൻ സാധിച്ചതിലും ഇന്നിവിടെ എത്തിച്ചേരാൻ സാധിച്ചതിലും അതിയായ സന്തോഷമുണ്ട്. ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു രാഷ്ട്രം നിർമ്മിക്കുന്നത് അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഒരു ആൾക്കാർ മാത്രമല്ല, ആ രാജ്യം അല്ലെങ്കിൽ ആ രാഷ്ട്രത്തിൽ നിന്ന് ലോകമെമ്പാടും എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളുടെ സ്വപ്നങ്ങൾ, ആശയങ്ങൾ, കഠിന പ്രയത്നം തന്നെയാണ് ആ ഒരു രാജ്യത്തിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്നത്. കേരളത്തിൻ്റെ നിർമ്മാണമാകട്ടെ വികസനമാകട്ടെ, ഇതിൽ പ്രവാസികളുടെ കോൺട്രിബ്യൂഷൻ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ്. കേരളത്തിൻ്റെ സമഗ്ര വികസനം നമ്മളൊരു മാതൃകയായിട്ട് കാണുന്ന സമയത്ത് ഇന്ന് ലോക കേരള സഭ പ്രവാസികൾക്കൊരു താങ്ങും തണലും കരുതലുമായി നിൽക്കുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏറ്റവും കൂടുതൽ പ്രവാസികൾ ഇന്ത്യ മഹാരാജ്യത്തിന് ഏറ്റവും കൂടുതൽ പ്രവാസികൾ കേരളത്തിൽ നിന്നാണ്. 2024 നടത്തിയ പഠനം പ്രകാരം 25 മുതൽ 30 ലക്ഷം പ്രവാസികൾ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് ജോലി ചെയ്യുകയും ജീവിച്ചും വരുന്ന ഒരു റിപ്പോർട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പ്രവാസികളുടെ ഫോറിൻ റെമിറ്റൻസ് കേരളത്തിൻ്റെ GDPക്കുള്ളൊരു കോൺട്രിബ്യൂഷൻ മാത്രമല്ല, കേരളത്തിൻ്റെ ഒരു സമ്പദ് വ്യവസ്ഥയ്ക്കുള്ളൊരു ജീവനാഡിയും കൂടെയാണെന്നുള്ള ഒരു തിരിച്ചറിവ് പ്രവാസികളായിട്ട് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ പ്രവാസികളുടെ ഇടയിൽ ഒരുപാട് നീറുന്ന വിഷയങ്ങളുണ്ട്. നമുക്കിവിടെ ഒരു സഹതാപമല്ല നമുക്ക് വേണ്ടത്, വളരെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടെയുള്ള ഒരു പരിഹാരമാണ് നമുക്ക് വേണ്ടത്. ഒരു ഇഷ്യൂ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക, ഒരു റെക്ടിഫിക്കേഷൻ, ഒരു മെത്തേഡ് വേണം അതിന്. അതുപോലെ തന്നെ ഒരു പരിഹാരം കണ്ടെത്തുക എന്ന് പറയുമ്പോൾ കാലം മാറുന്നതനുസരിച്ച് ഈ പരിഹാരങ്ങൾ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. കേരള സർക്കാരിന് കീഴിൽ അനേകം പദ്ധതികൾ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് പുറപ്പെടുവിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് ഏവർക്കും അറിയാം. അതിനകത്തൊരു നാഴികക്കല്ലെന്ന് പറയുകയാണെങ്കിൽ നോർക്ക കെയർ എന്നുള്ളതാണ്. നോർക്ക കെയർ എന്നുള്ളതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ഒരു ആവശ്യമില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഏവർക്കും അറിയുന്നൊരു സ്കീം തന്നെയാണത്. 5 ലക്ഷം രൂപയോളം ഒരു ഇയർലി ഹെൽത്ത് കവറേജും, അതുപോലെ ഒരു ആക്സിഡൻറ്റ് നടക്കുകയാണെങ്കിൽ 10 ലക്ഷം രൂപ വരെ അടുത്ത് വരുന്ന ഒരു ഹെൽത്ത് കവറേജ് മാത്രമല്ല, 470 ഹോസ്പിറ്റൽസിലേക്ക് വിത്തിൻ കേരള ആക്സസും 1200 ഹോസ്പിറ്റൽ അക്രോസ് ഇന്ത്യയിലേക്കും ആക്സസുമുള്ള ഒരു പ്രവാസിക്ക് വേണ്ടിയിട്ട് കസ്റ്റമൈസ്ഡ് ഒരു സ്കീമാണ് നോർക്ക കെയർ. ഇതൊരു സാമ്പത്തിക സഹായമോ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ഒരു സുരക്ഷയോ ആയിട്ടല്ല കാണേണ്ടത്. പ്രവാസി ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും സർക്കാർ കൂടെ ഉണ്ടെന്നുള്ള ഒരു തിരിച്ചറിവാണ് നോർക്ക കെയർ എന്നുള്ള ഈ ഒരു സ്കീം. അതുപോലെ തന്നെ സംരംഭം പദ്ധതി വ്യവസായ വകുപ്പിൻ്റെ കീഴിൽ വരുന്നത്. പ്രവാസി ലോകത്ത് നിന്ന് തിരിച്ചു വരുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ചിന്തിക്കുന്ന പല കാര്യമുണ്ട്. ഇത് ഈ ഒരു യാത്രയുടെ ഒരു അവസാനമാണ്, എന്നാൽ അത് മറ്റൊരു യാത്രയുടെ തുടക്കമാണെന്നുള്ളൊരു തിരിച്ചറിവ് കൊടുക്കുന്ന സംരംഭം പദ്ധതി അനേകം സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ ബിസിനസ്സുകൾ നമ്മുടെ നാട്ടിൽ തുടങ്ങിയതായിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട്. മറ്റ് ഒരു വിഷയം ഒരുപക്ഷെ ഇവിടെ ചർച്ച ചെയ്ത് നമുക്കൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇപ്പോൾ നോർക്ക കെയർ നമ്മൾ പറഞ്ഞു, അതുപോലെ സാന്ത്വനം പദ്ധതി, കാരുണ്യ പദ്ധതി, അങ്ങനെ അനേകം പദ്ധതികൾ നോർക്കയുടെ കീഴിൽ വരുന്നുണ്ട്. ഇപ്പോഴും പ്രവാസികൾ ബുദ്ധിമുട്ടുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോം ലോണിന് വേണ്ടിയിട്ടാണ്. ഒരു സാലറി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഒരു ബാങ്കിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സഹായം ലഭിച്ചേക്കാം. പക്ഷേ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് അപ്ലൈ ചെയ്ത ആൾക്കാർക്കുള്ള അറിയാം. സർക്കാരിൻ്റെ കീഴിലോ അല്ലെങ്കിൽ നോർക്കയുടെ കീഴിലോ ഒരു സ്ട്രക്ചേർഡ് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്, ഒരു ഭവന പദ്ധതി പോലത്തെ ഒരു പ്രൊഡക്റ്റ് പ്രവാസികൾക്ക് പുറപ്പെടുവിക്കാൻ സാധിക്കുമെങ്കിൽ അത് വളരെ ഉപകാരമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ തിരിച്ചു വരുന്ന പ്രവാസികളുടെ ഒരു സ്കിൽ അപ്ഗ്രഡേഷൻ, അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് ഈ എൻവയറമെൻ്റായിട്ട് നമുക്കൊന്ന് പൊരുത്തപ്പെടിക്കാൻ സാധിക്കുക, അവരുടെ സ്കില്ലുകൾ എങ്ങനെ നമുക്ക് നമ്മുടെ കേരളത്തിൻ്റെ വികസനത്തിനും ഒരു പ്രൊമോഷനുമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള ഒരു ചർച്ച കൂടെ നടത്തിയാൽ വളരെ നന്നായിരിക്കുന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ലോക കേരള സഭ എന്ന ഒരു ജനാധിപത്യ മൂല്യങ്ങളുടെ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇത് വെറും ഒരു സംഭാഷണത്തിൻ്റെ ഒരു വേദി മാത്രമല്ല, ഒരു പങ്കാളിത്തത്തിൻ്റെ ഒരു വേദിയും കൂടെയാണ്. പ്രവാസികളുടെ ഒച്ച കേൾക്കപ്പെടുന്ന ഒരു വേദിയും കൂടെയാണ്. നമ്മുടെ സർക്കാരിനും ബഹുമാനപ്പെട്ട CMനും പ്രവാസികളുടെ ക്ഷേമത്തിനായിട്ട് അനേകം പദ്ധതികൾ ഇനിയും പുറപ്പെടുവിക്കാൻ സാധിക്കട്ടെ. അതുപോലെ ലോക കേരള സഭയിൽ പ്രവാസികളുടെ ബുദ്ധിമുട്ട് നേരിടുന്നത് ചർച്ച ചെയ്ത് ഒരു പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചുരുക്കുന്ന ഞാൻ വാക്കുകൾ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിലും ശ്രവിച്ചതിലും അതിയായ സന്തോഷം. നന്ദി, നമസ്കാരം.